ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. കോതമംഗലം സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പൊതുപണിമുടക്ക് കോതമംഗലത്ത് ഹർത്താലായി മാറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ വിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് 24 മണിക്കൂർ പൊതുപണിമുടക്ക് ദിനത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ കോതമംഗലം നിയോജക മണ്ഡലം സമിതി കോതമംഗലം നഗരത്തിൽ പ്രകടനവും തുടർന്ന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കോർണറിൽ പ്രതിഷേധ പൊതുസമ്മേളനവും നടത്തി. ഈ പണിമുടക്ക് സമരത്തിനെല്ലാം ആധാരമായ വിഷയങ്ങൾ ബാലൻ സൂചിപ്പിച്ചതുപോലെ 91-ലെ കോൺഗ്രസ് ഗവൺമെൻറ് തുടങ്ങി വെച്ച നവലിബറൽ സാമ്പത്തിക നയങ്ങൾ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കേണ്ട അവകാശം ആ ജനവിഭാഗങ്ങൾക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. സമ്മേളനം മുൻ MLA-യും AITUC സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു. AITUC താലൂക്ക് സെക്രട്ടറി MS ജോർജ് അധ്യക്ഷനായി. CITU താലൂക്ക് സെക്രട്ടറി CPS ബാലൻ സ്വാഗതം പറഞ്ഞു. HMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി, KTUC സംസ്ഥാന കമ്മിറ്റി അംഗം NC ചെറിയൻ, CPM ഏരിയ കമ്മിറ്റി KA ജോയി, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ EM നിയാബ്, PP മൈദീൻ ഷാ, KM ബഷീർ, ജോഷി അറക്കൽ, KB അൻസാർ, സണ്ണി പുതുശ്ശേരി, വാവശൻ തോപ്പിൽക്കുടി, AP വാവച്ചൻ, രാജമാ രഘു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.